വയനാട് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനം ഇപ്പോൾ മടക്കയാത്രയ്ക്ക് തയ്യാറാവുകയാണ്. വയനാട്ടിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേർന്നത്. വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ തന്നെ നേരിട്ട് കണ്ട് സംബന്ധിച്ചു. വളരെയധികം കരുതലും ആശ്വാസവും ഏകിയാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത്. ഐസൻ ജോസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, പ്രധാനമന്ത്രിയുടെ നിർണായകമായ സന്ദർശനം പൂർത്തിയാവുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഔദ്യോഗിക വിമാനത്തിൽ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും. ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം ഏറെ ആശ്വാസകരമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാവരും ഒന്നടങ്കം പറയുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. പ്രധാനമന്ത്രിയുടെ ഈ ഒരു ആശ്വാസ വാക്കുകൾ തന്നെയാണ് വയനാട് ജനതയുടെ ഇനിയുള്ള ഉയർത്തെഴുന്നേൽപ്പിന് ഏറെ പ്രചോദനമാകുന്നത്. വയനാട് ഇനി പൂർവ്വസ്ഥിതിയിലാകാനുള്ള പ്രവർത്തനങ്ങളും ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ളൊരു ഉറപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഐസൻ, ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിന് പിന്നാലെ തന്നെ ഇനി വയനാട് ഉയർത്തെഴുന്നേൽക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ബാക്കിയാവുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം ചേർത്ത് പറഞ്ഞ മറ്റ് നിരവധി കാര്യങ്ങളുണ്ട്. ഇനിയുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ, കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ചെലുത്തി എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ ഒരു വളരെയധികം പ്രത്യേകതകൾ കൂടി നിറഞ്ഞൊരു സന്ദർശനമായി വേണ്ടേ പ്രധാനമന്ത്രിയുടെ ഇന്ന് നടന്ന ഈ ഒരു സന്ദർശനത്തെ നോക്കിക്കാണേണ്ടത്? തീർച്ചയായും വിഷ്ണു, ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല ഇവിടെ ആർക്കും എന്നതാണ് ഇപ്പോൾ ഒരു വസ്തുത. നമുക്കറിയാവുന്നതാണ്, മന്ത്രിമാർ, അതായത് ഈ ചർച്ചയിൽ പങ്കെടുത്ത കേരള സർക്കാരിന്റെ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ 3 മന്ത്രിമാരും ഒരൊറ്റ സ്വരത്തിലാണ് പ്രധാനമന്ത്രി കൃത്യമായ പിന്തുണ അറിയിച്ചു എന്ന് പറയുന്നത്. വളരെ പോസിറ്റീവായ ഇടപെടലാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി 3 മന്ത്രിമാരും പറഞ്ഞു എന്നതാണ് ഏറെ പ്രതീക്ഷ നൽകുന്നൊരു വിഷയം. വയനാടിന്റെ ചുമതല കൂടിയുള്ള AK ശശീന്ദ്രനും അതുപോലെ തന്നെ മന്ത്രിസഭാ ഉപസമിതിയുടെ പ്രത്യേക ചുമതല വഹിക്കുന്ന മറ്റു മന്ത്രിമാരും കൃത്യമായി മുഹമ്മദ് റിയാസും K രാജനും പറഞ്ഞു വെച്ചത് ഇത് തന്നെയാണ്. അതിൽ നിന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയ ഉറപ്പിന്റെ ആ ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു വ്യക്തത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും വയനാടിന്റെ പുനർനിർമ്മാണം, അതായത് വയനാടിന്റെ എന്ന് പറയുന്നത് കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ മുണ്ടക്കൈ മേഖലയുടെ, ഈ ഉരുൾപൊട്ടൽ മേഖലയുടെ പൂർണ്ണമായ പുനർനിർമ്മാണത്തിന് കാര്യമായ പിന്തുണ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ഉറപ്പ് തന്നെയാണ് ഈ 3 മന്ത്രിമാർക്കും ലഭിച്ചിട്ടുള്ളത്, കേരളത്തിനും ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തീർച്ചയായും ഈ ദുരന്തത്തിനിരയായ ജീവിതോപാധികളും എല്ലാം നഷ്ടപ്പെട്ട കുറെ സാധു മനുഷ്യർക്കും ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്, വയനാട്ടിലെ ഈ പ്രത്യേക സാഹചര്യം കണക്കാക്കി ഈ വയനാടിന്റെ വികസനത്തിന് അല്ലെങ്കിൽ ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മേഖലയുടെ പുനർനിർമ്മാണത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ടായില്ല എന്നതുകൊണ്ട് ഒരു വീഴ്ചയും വരില്ല, അത്തരത്തിലൊരു പ്രശ്നമേ ഉണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അത്തരം ഒരു കേന്ദ്രത്തിന്റെ പിന്തുണ പൂർണ്ണ തോതിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തു എന്നതാണ് ഏറെ പ്രാധാന്യം അറിയിക്കുന്ന വിഷയം. മാത്രമല്ല, പ്രാഥമികമായി തയ്യാറാക്കിയ ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധരുൾപ്പെടെ തയ്യാറാക്കിയ ഒരു മെമ്മോറാണ്ടം, ഒരു കരട് മെമ്മോറാണ്ടം ഇപ്പോൾ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച നിവേദനവും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് നൽകി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിവേദനത്തിലുള്ള വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അവയെല്ലാം ക്രോഡീകരിച്ച് തുടർ നടപടികൾ, അതായത് കുറെ കൂടി കാര്യക്ഷമവും കൃത്യവും സമഗ്രവുമായ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകേണ്ടതുണ്ട്. വിവിധ ഘട്ടങ്ങളായി തിരിച്ചുള്ള ഈ മെമ്മോറാണ്ടത്തിലെ വിഷയങ്ങളെ സമഗ്രമായി റിപ്പോർട്ടാക്കി നൽകി ഒരു DPR എന്ന് തന്നെ പറയാവുന്ന ഒരു ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് എന്നൊക്കെ പറയാവുന്ന വിശാലമായ ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് വൈകാതെ തന്നെ നീങ്ങുമെന്നാണ് മന്ത്രിമാരെല്ലാവരും തന്നെ അറിയിച്ചത്. നമുക്കറിയാവുന്നതാണ്, ഓരോ വിഭാഗങ്ങളിലും, അതായത് ആരോഗ്യരംഗത്തും, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പൊതുഭരണം, അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും കാര്യക്ഷമമായ ഒരു ഇടപെടൽ അനിവാര്യമാണ് ആ മേഖലയിൽ. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് സർക്കാർ ജീവനോപാധിയായി പണം നൽകേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ പോക്കറ്റ് മണിയായി പണം നൽകേണ്ട സാഹചര്യം, അത്രയും കയ്യിൽ ഒറ്റ പൈസ പോലും ഇല്ലാത്ത സാധു മനുഷ്യരായ ഇവരെ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ആ ഒരു നിസ്സഹായരായ കുറെ മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അതിനെ അനിവാര്യമായ പിന്തുണ നൽകേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, സംസ്ഥാന സർക്കാർ ദിനംതോറും ഒരു കുടുംബത്തിലെ പ്രായപൂർത്തിയായവർക്ക് ദിവസവും 300 രൂപ വീതം അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക്, കുടുംബത്തിൻ്റെതായ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് നൽകുന്നതിനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ്
ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത്. അതിൽ നിന്ന് അത്തരത്തിലുള്ള വിശാലമായ സഹായം, നിസ്സാരമായ ഇക്കാര്യം തൊട്ട് വിദ്യാഭ്യാസ രംഗത്തെ പുനഃസ്ഥാപനം, അതുപോലെ തന്നെ നൈപുണ്യ വികസനം പോലുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ആ മേഖലയുടെ പുനർനിർമ്മാണം, റോഡുകളുടെ പുനർനിർമ്മാണം, ഭഗീരഥ പ്രയത്നം വേണ്ടിവരുന്ന, വലിയ ചെലവ് വേണ്ടിവരുന്ന ഇത്തരം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിന് കേന്ദ്രത്തിന്റെ വലിയ പിന്തുണ അനിവാര്യവുമാണ്. ഈ അനിവാര്യമായ പിന്തുണ തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഇന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഈ വേദന, അതായത് ഈ വയനാടിന്റെ ഈ വേദനയിൽ വലിയൊരു ആശ്വാസമായി അത് മാറി എന്നത് തന്നെയാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, പ്രതീക്ഷയറ്റ കുറെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രതീക്ഷയുടെ പൊന്നാമ്പുകളിലേക്ക് കൊണ്ട് മടങ്ങി പോവുകയായിരുന്നു പ്രധാനമന്ത്രി എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ സ്ഥിരീകരണമായി ജനപ്രതിനിധികൾ അത് കൃത്യമായി പറയുകയും ചെയ്യുന്നു. തീർച്ചയായും വലിയൊരു പ്രതീക്ഷ വയനാടിന് നൽകിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത്. ഇനി തുടർ നടപടികൾ ഉണ്ടാകുന്നതിനനുസരിച്ച് തുടർച്ചയായി കേന്ദ്രവും സംസ്ഥാനവുമായി സംയുക്തമായി പ്രവർത്തിച്ച് കൃത്യമായ നടപടികളിലേക്ക് നീങ്ങും. പുനർനിർമ്മാണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നത്, ചെറിയ കാര്യങ്ങൾ തൊട്ട് നമുക്കറിയാവുന്നതാണ്. മാനസികാരോഗ്യം മുതൽ ശാരീരികാരോഗ്യം മുതൽ സ്ഥിര വൈകല്യം ഉണ്ടായവർക്ക് പിന്തുണ നൽകുന്നത് മുതൽ നിരവധിയായ വിഷയങ്ങൾ, സാമൂഹികവും സാമ്പത്തികവും വ്യാവസായികവും അതുപോലെ തന്നെ കാർഷികാടിസ്ഥാനവും വിദ്യാഭ്യാസപരവുമായ ആരോഗ്യരംഗത്തുമുള്ള നിരവധിയായ പുനർനിർമ്മാണം നടക്കേണ്ടതുണ്ട്. വലിയൊരു സംവിധാനം തന്നെ നിലവിൽ കാലങ്ങളായി ഉണ്ടായി വന്ന, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ഉണ്ടായി വന്ന ഒരു സംവിധാനത്തെ വീണ്ടും കുറച്ചു കാലം കൊണ്ട് പുനഃസൃഷ്ടിക്കേണ്ടതുണ്ട്. അതിന് ബൃഹത്തായ പദ്ധതികൾ ആവശ്യമുണ്ട്. ആ പദ്ധതികളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. തീർച്ചയായും അതിന് അനുകൂലമായി സഞ്ചരിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ നീങ്ങുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി അല്പസമയത്തിനകം ഒരു അവലോകന യോഗം കൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിസഭാ ഉപസമിതിയുടെയും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ അനുബന്ധ ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ആ മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം തീരുന്നതോടുകൂടി ഇത്തരത്തിൽ എന്ത് രീതിയിലുള്ള നീക്കങ്ങളാണ് ഇനി ഉണ്ടാകുക എന്ന് വളരെ കൃത്യമായി പറയാൻ സാധിക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്ന് പ്രധാനമന്ത്രിയെ അനുഗമിക്കുകയും കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ദുരന്തമുണ്ടായ ദിവസം തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് കേന്ദ്രത്തിന്റെ പിന്തുണ, മികച്ച പിന്തുണ, സൈന്യത്തിന്റെ സേവനം മികച്ചത് എന്നീ രീതിയിലായിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെയും, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ റെസ്ക്യൂ മിഷൻ എല്ലാം തന്നെയും കാര്യക്ഷമമായും ശക്തമായും സമഗ്രമായും പ്രവർത്തിച്ച ഒരു ദുരന്തം കൂടിയായിരുന്നു വയനാട്. മറ്റൊരു പ്രധാന വിഷയം കൂടി പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് വയനാട്ടിലെ സേവന പ്രവർത്തനങ്ങൾ നടത്തിയവരെ അഭിനന്ദിക്കുക കൂടിയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്തവരെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരായി മാറിയവരെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. തീർച്ചയായും അതിൽ നിന്നെല്ലാം പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നത് വയനാടിനെ മാത്രമല്ല കേരളത്തെ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. തീർച്ചയായും വയനാടിന്റെ ഒരു വൻ വികസനത്തിനെ, അല്ലെങ്കിൽ വയനാടിന്റെ പരിസ്ഥിതിയോടനുബന്ധിച്ച മനുഷ്യജീവനുകൾ സാധ്യമാക്കുന്നതിനുള്ള ഒരു വികസന കാഴ്ചപ്പാടിന്റെ തുടക്കമായിരിക്കും ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി മുന്നിലുള്ളത് എന്ന ഒരു വസ്തുത തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്.